സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. തിരുവചനത്തിൻ്റെ മുമ്പാകെ നാം ആയിരിക്കുന്നല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. തുടർന്ന് കഴിഞ്ഞ മീറ്റിങ്ങിൽ, ഇംഗ്ലീഷ് മീറ്റിങ്ങിൽ നാം കേട്ടു, കർത്താവിൻ്റെ ആ ഇമേജിനോട് അനുരൂപപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. അത് ഇങ്ങനെ വായിക്കുന്നു: ഫോർ ദോസ് ഹൂം വി ഫോർന്യൂ ഹി ഓൾസോ predestined to become conformed to the image of his son, so that he would be firstborn among many brothers and sisters. അവൻ മുൻ അറിഞ്ഞവരെ തൻ്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇംഗ്ലീഷ് മീറ്റിങ്ങിൽ കേട്ടത്, ആദാമിനെ ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ സാദൃശ്യത്തോട്, രൂപത്തോട്, അവൻ്റെ ഇമേജിനോട് ചേർന്നാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ഈ ഇമേജ് മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരനുസരണക്കേടിനാൽ ഈ ഇമേജ് അവർക്ക് നഷ്ടമാകുവാനായിട്ട് ഇടയായി. റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, നമ്മളെ അവൻ എന്തിനു വേണ്ടിയിട്ടാണ് മുൻ നിർണയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവൻ്റെ ആ സ്വരൂപത്തോടുകൂടെ അനുരൂപമാകുവാൻ വേണ്ടി മുൻ നിയമിച്ചിരിക്കുന്നു. ഇന്ന് എനിക്ക് എങ്ങനെയാണ് നമ്മൾ അവൻ്റെ സ്വരൂപത്തോടുകൂടെ അനുരൂപമായി തീരുന്നത്? എങ്ങനെയാണ് നമുക്ക് കർത്താവിൻ്റെ ആ ഇമേജിനോട് വീണ്ടും ചേർന്ന് പോകുവാനായിട്ട്, ട്രാൻസ്ഫോമായിട്ട് വരുവാനായിട്ട് കഴിയുന്നത്? അതിന് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം നോളജ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പരിജ്ഞാനം, ദൈവിക പരിജ്ഞാനം. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിരുവചനത്തിൽ ഒരുപാടെടുത്ത് ദൈവിക പരിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ദൈവിക പരിജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഈ ഒരു കോമൺ മലയാള ഡിക്ഷണറിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത കാര്യമായതുകൊണ്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ലായിരിക്കാം. ഇംഗ്ലീഷിൽ അത് നോളജ് ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്കിന്നൊന്ന് ചിന്തിക്കാം. അതിനുശേഷം പ്രാർത്ഥിക്കാം. കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനകത്ത് ആദ്യത്തെ വാക്യം 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങൾ. ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്താൽ നല്ലതായിരുന്നു. നിങ്ങൾ എടുക്കേണ്ട, അതിന് ഞാൻ വായിച്ചു പോകാം, അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട്. അതങ്ങനെയാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: ഡു നോട്ട് ബി ഡിസീവ്ഡ്, ബാഡ് കമ്പനി കറപ്റ്റ്സ് ദ ഗുഡ് മോറൽസ്. സോബർ morally and stop sinning, for some have no knowledge of God. I say this to your shame. മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങളുടെ ലജ്ജയ്ക്കായി ഇത് പറയുന്നു. അപ്പം ദൈവിക പരിജ്ഞാനം, knowledge of God, that will transform us. Hallelujah. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. 1-2 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഡു നോട്ട് ബി ഡിസീവ്ഡ്. എന്താണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഡു നോട്ട് ബി ഡിസീവ്ഡ്. അതിൻ്റെ ഒരു കാര്യം, നമുക്ക് ചർച്ചിൽ വന്നിട്ട് നമ്മൾ ഈ പരിജ്ഞാനത്തിൽ ഗ്രോ ആകാതിരുന്നാൽ നമ്മുടെ മനസ്സിൽ എന്തോ ചിന്തിക്കുന്നത്? ഞാൻ എല്ലാ ആഴ്ചയും ചർച്ചിൽ പോകുന്നുണ്ട്, എന്നെപ്പോലെ നല്ല ആൾക്കാരില്ല, ചർച്ചിൽ പോകാതെ സിനിമ കണ്ട് നടക്കുന്നവരുണ്ട്, അവരെക്കാളൊക്കെ ഞാൻ ബെറ്ററാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും. പക്ഷേ ദർ ഈസ് നോ ട്രാൻസ്ഫോർമേഷൻ ഇൻ മൈ ഹാർട്ട്. ഞാൻ ദൈവത്തെ കുറച്ചുകൂടെ അറിയുന്നില്ല, ഓരോ ദിവസവും അറിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഡിസീവ് ചെയ്യുക. കാര്യം എൻ്റെ മൈൻഡ് സെറ്റും എൻ്റെ മനസ്സിനകത്തുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം, എന്നെപ്പോലെ വിശുദ്ധനായിട്ട് ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബാഡ് കമ്പനി ഉണ്ട്, നമ്മൾ പാപം ചെയ്യുന്നുണ്ട്, നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആൻഡ് ജസ്റ്റ് ആസ് ദേ ഡിഡ് നോട്ട് സീ ഫിറ്റ്
to knowledge of God, and God gave them up to depraved mind to do those things that is not proper. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നിഷ്കൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് ഇച്ചിരി കട്ടിയായിട്ടുള്ള വചനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളതൊന്ന് വായിച്ച് ഇതൊന്ന് നോട്ട് ചെയ്ത് പിന്നെ ഇതൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. അവിടെ പറയുന്നു, അവർക്ക് എന്തുകൊണ്ടാണ് അവരെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ഡിഡ് നോട്ട് സീ ഫിറ്റ് ടു നോളജ് ഓഫ് ഗോഡ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ അവർക്ക് ഇഷ്ടമില്ലാതിരുന്നു. ഹല്ലേലൂയ. പ്രാക്ടിക്കലി എങ്ങനെയാണ് ചിന്തിക്കുന്നത്? പ്രാക്ടിക്കലി ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് ചർച്ചിൽ വന്നതിന് ശേഷം എൻ്റെ അകത്തൊരു തീരുമാനമുണ്ട്, ഈ വന്നതുപോലെ തന്നെ ഞാൻ തിരിച്ചു പോകുമെന്നുള്ളത്. എനിക്കൊരു മാറ്റവും ഉണ്ടാകരുതെന്ന് എൻ്റെ അകത്തൊരു തീരുമാനത്തോടുകൂടെ ഞാൻ വരുന്നു. ഞാൻ ആ തീരുമാനത്തോടുകൂടെ തിരിച്ചു പോകുന്നു. ഹല്ലേലൂയ. എത്ര പേര് ചർച്ച വരുമ്പോൾ ചിന്തിക്കും, കർത്താവേ, ഇന്ന് നീ എന്നോട് സംസാരിക്കുകയും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തോടുകൂടെ എനിക്ക് പോകുകയും ചെയ്യുവാനായിട്ട് കഴിയണമെന്ന് നമ്മുടെ ഹൃദയത്തിനകത്തൊരു തീരുമാനത്തോടുകൂടെ വരുമ്പോൾ എന്താ പറയും? ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇവിടെ എത്ര വലിയ ദൈവ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞാലും, ഇവിടെ എത്ര വലിയ കാര്യങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞാലും, എൻ്റെ മനസ്സ് ഞാൻ കൊട്ടി അടച്ചേക്കുവാണെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അവരെക്കുറിച്ച് എന്തോ പറഞ്ഞിരിക്കുന്നത്? പൗലോസ് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇച്ചിരി പേടിപ്പിക്കുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. അവർക്ക് എന്തോ ചെയ്തിരിക്കുന്നത്? നിഷ്കൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ, ടു ദോസ് തിങ്സ് ദാറ്റ് ഈസ് നോട്ട് പ്രോപ്പർ. നമുക്ക് ഒരു ഹൃദയമില്ലെങ്കിൽ, രൂപാന്തരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ അകത്തില്ലെങ്കിൽ, നമ്മളെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ, നോർമൽ ആൾക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തലമുറയായിട്ട് മാറുമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും ഓപ്പണായിരിക്കണം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പാട്ടുണ്ട്, ട്യൂണുണ്ട്, ഓളമുണ്ട്. ഈ ഒരു ഓളത്തിനനുസരിച്ച് പോയാൽ നാം ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കത്തില്ല. പരിജ്ഞാനത്തിൽ ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ ചട്ടമൊക്കെ അങ്ങോട്ടൊന്ന്, ഈ കഠിനമായ ഹൃദയമൊക്കെ ഒന്ന് ഉടച്ച് ദൈവവചനം അകത്തോട്ട് കയറി നമ്മുടെ ചിന്തകളെയും നിരൂപണങ്ങളെയും ഒക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഈ വചനം നമ്മുടെ അകത്തൊന്ന് ക്രിയ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, പരിജ്ഞാനം നമ്മുടെ അകത്തോട്ട് കയറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ എന്നോട് ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നത് കേട്ടു, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള വെളിപ്പാട് പോലും ഭൂരിഭാഗം പേര് ഈ നമ്മളെ ഈ ക്രിസ്തീയ സമൂഹത്തിൽ, കമ്മ്യൂണിറ്റിയിലുള്ളവർക്കില്ല എന്നുള്ളത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ പരിജ്ഞാനത്തിൽ അറിയത്തില്ല. ആരാധന അറിയാം, ദൈവവചനം അറിയാം, ഇതൊക്കെ കേട്ട് സന്തോഷിക്കാറുണ്ട്, അല്ലെങ്കിൽ തമാശയുള്ള ഒരുപാട് കാര്യങ്ങൾ നാം കേൾക്കാറുണ്ട്. ഇതെല്ലാം നല്ലതാണെങ്കിലും ദൈവം ആരാന്നുള്ള ഒരു ബോധ്യം നമ്മുടെ അകത്തില്ല. അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷനായിട്ട് മാറുന്നില്ല. ഇത് രണ്ടും കൂടെ ഇൻ്റർ കണക്റ്റഡാന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവൻ്റെ ദിവ്യശക്തിയും ദിവ്യത്വവും അവൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. എന്താ മനസ്സിലായി? ഹല്ലേലൂയ. ദൈവം വെളിപ്പെട്ടു തരുമെന്ന്, വെളിപ്പെടുത്തിത്തരും. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അകത്ത് നിങ്ങൾ ആദ്യം പോയൊരു ഫലം മേടിച്ച് കഴിച്ചായിരുന്നല്ലോ. കർത്താവ് പറഞ്ഞു അത് തൊടല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഹവ്വ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല. കുറച്ചുകൂടെ അറിയാനുള്ള ഒരു വ്യഗ്രത കാരണം, നമുക്കൊക്കെ കുറച്ചുകൂടെ അറിയാനുള്ള വ്യഗ്രത ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ എല്ലാം കേൾക്കണം എന്നുള്ളൊരു വ്യഗ്രത. അങ്ങനെ പോയി കേട്ടു, എന്നാൽ കുറച്ചുകൂടെ ഒക്കെ വിവരം ഉണ്ടാവുമെന്ന് വിചാരിച്ച് മേടിച്ച് കഴിച്ചതാണ്. അതിനകത്ത് എന്തോ പറ്റി? കോൺഷ്യസ് ഓപ്പണായി. എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണം ഇല്ലെങ്കിലും ഈ വേദപുസ്തകം ഇല്ലെങ്കിലും ഇതിൻ്റെ സത്യമൊന്ന് നിനക്കറിഞ്ഞുകൂടാങ്കിലും നിൻ്റെ പേരിലുള്ള ന്യായവിധി ഒഴിഞ്ഞു പോകത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ?
അപ്പോൾ ദൈവത്തെ ഇനിയിപ്പോൾ എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഓർത്തഡോക്സുകാരനും ബ്രദറിനും പെന്തക്കോസുകാരനും ഒക്കെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ: ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും രക്ഷപ്പെടത്തില്ല. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ കൃപയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കണമെങ്കിൽ ദൈവത്തെ പരിജ്ഞാനത്തെ ഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ ഹൈപ്പർ ഗ്രേസുമായിട്ട് ഇതൊക്കെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അതിലേക്ക് വരാം. 2 പത്രോസ് 13-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളൊന്ന് വായിക്കാം. പത്രോസിൻ്റെ ഒരു ഫൈനൽ വേർഡാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു, യു ഓൾറെഡി നോ ദീസ് തിങ്സ് ഡിയർ ഫ്രണ്ട്, be on guard, and you will not be carrying away by the errors of these wicked people and lose your own secure footing. Rather you must grow in grace and the knowledge of our Lord and Savior Jesus Christ. You must grow in the grace and the knowledge of our Lord Jesus Christ. Hallelujah. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും വളരണം. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്, മക്കളെ, രക്ഷപ്പെടാൻ ഒറ്റ കാര്യമേ ഉള്ളൂ: കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവനിപ്പോഴും എന്നേക്കും മഹത്വമാമേൻ. അപ്പോൾ ഓരോ മീറ്റിങ്ങിലും നമ്മൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. ഓരോ പ്രാവശ്യം ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവികത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. ദൈവ സാന്നിധ്യം നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുവാനായിട്ടിടയാകും. ചില മണ്ഡലങ്ങളെയൊക്കെ പൊട്ടിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരുമ്പോഴാണ്. അതുകൊണ്ട് അത് വളരെ സീരിയസ് ആയി എടുക്കണമെന്ന്. ഒരു ദൈവിക സാന്നിധ്യത്തിലായിരിക്കും നിൻ്റെ ജീവിതത്തിൽ വിടുതൽ നടക്കുന്നത്. നീ നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വിഷയങ്ങളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ വിടുതലുകൾ നടക്കുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ പ്രാവശ്യം ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മുടെ അകത്ത് വേണം: ഓരോ ദിവസവും ഞാൻ കൃപയിലും ദൈവിക പരിജ്ഞാനത്തിലും വളരണം. ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഓശയ പ്രവചന പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-6 വാക്യങ്ങളിൽ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യമില്ല, ദയവുമില്ല, ദൈവിക പരിജ്ഞാനവുമില്ല. ഹല്ലേലൂയ. Hear the word of the Lord, O people of Israel. The Lord has brought charge against you, saying, there is no faithfulness, no kindness, no knowledge of God in your hand. Hallelujah. അപ്പോൾ ഈ ദൈവിക പരിജ്ഞാനത്തിൽ വളരാത്തത് കൊണ്ടാണ് ഈ ആദ്യം പറഞ്ഞ 2 കാര്യമില്ലാത്തത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ക്യാരക്ടറൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം നമുക്ക് ദൈവിക പരിജ്ഞാനത്തിൽ വളരണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വാസ്തവമായും ദൈവത്തെ അറിഞ്ഞ് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുവാണെങ്കിൽ നമ്മളൊരു ഭയത്തോടു കൂടെ ആയിരിക്കും ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും നിഗളത്തോടു കൂടെ ദൈവസാന്നിധ്യത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണല്ലോ. ഹല്ലേലൂയ. കൃപയല്ലെങ്കിൽ നാം എന്തുവാ? നമ്മൾ ആരാ? ഒന്നുമല്ല. ദൈവത്തിൻ്റെ കൃപയിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഭയത്തോടുകൂടെ, ആ ഒരു ഓപ്പൺനെസ്സോടുകൂടെ ഇരിക്കണം. ഹല്ലേലൂയ. അവിടെ പറയുന്നു, അവർക്ക് ആ ദേശത്ത് സത്യമില്ല. ദേശത്ത് സത്യമില്ല. ഹല്ലേലൂയ. നമ്മളെത്ര പേര് നുണ പറയുന്നവരുണ്ട്? കൈവക്കാൻ പറയുന്നില്ല. സത്യമില്ല. കാര്യം ദൈവത്തെ പേടിയില്ല. വളരെ ഫ്ലൂവൻ്റായിട്ട് നമ്മളങ്ങ് നുണ പറയുക. ഒന്നിന് പേരെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ഒരു തമാശയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഞാൻ നടന്നൊരു സംഭവം. ഒരു പാസ്റ്റർ വൈകുന്നേരം ഇങ്ങനെ പല വീടുകളിലൊക്കെ പോകാറുണ്ട്. അപ്പം പുള്ളി ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഭവന സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സഹോദരനെ കണ്ടു. സഹോദരനപ്പം സിഗ്നലിൽ കിടക്കുക. അപ്പോൾ ഈ പാസ്റ്ററിൻ്റെ കാർ അങ്ങേപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്, സഹോദരൻ്റെ കാർ അങ്ങേപ്പുറത്ത് അടുപ്പുണ്ട്. ആ സഹോദരനെ കണ്ടിട്ട് വിളിച്ചിട്ട് പാസ്റ്റർ ചോദിച്ച്, സഹോദരൻ എന്തുകൊണ്ട്, എവിടോട്ടാ?
അപ്പോൾ സഹോദരൻ പറഞ്ഞു, അയ്യോ പാസ്റ്റർ, ഞാൻ ഈ വാൾമാർട്ടിൽ നിൽക്കുക, ഇപ്പം ബില്ല് ചെയ്തുകൊണ്ടിരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ എന്ന്. എന്ത് നൈസായിട്ട് കള്ളം പറയുന്നത്. പാസ്റ്റർ പറഞ്ഞു, വിളിച്ചല്ലോ എന്നായിപ്പോയെന്ന്. ഹല്ലേലൂയ. എന്തിനാന്ന് പോലും അറിയത്തില്ല, ചുമ്മാ അങ്ങ് പറയുക, കള്ളം പറയുക, സത്യമില്ല. കാര്യം എന്താ? നമ്മുടെ വിചാരം എന്താ? കൃപയാൽ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി വളരണമെന്നുള്ളൊരാവശ്യമില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇന്നലെയൊക്കെ ഹൈപ്പർ ഗ്രേസിനെ കുറിച്ചൊക്കെ പറയുവാനായിട്ടിടയായല്ലോ. അപ്പം നമുക്ക് വളരണമെങ്കിൽ ദൈവിക പരിജ്ഞാനത്തിൽ ഓരോ ദിവസവും നിങ്ങൾ വളരണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയാം, അപ്പം പ്രവൃത്തിയാലാണോ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? അല്ല, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവൻ വളരണം. ഹല്ലേലൂയ. അവൻ വളരണം. ഏതിലാണ് വളരേണ്ടത്? ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. എങ്ങനെയാണ് പരിജ്ഞാനത്തിൽ വളരുന്നത്? വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ഹല്ലേലൂയ. ദൈവവചനം അതിൻ്റെ ആഴത്തിൽ നാം കേൾക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ കാര്യം, എന്നെങ്കിലേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവിക പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കൊരു പക്ഷേ ക്വിസ് പ്രോഗ്രാമിന് കാര്യങ്ങളൊക്കെ പറയാൻ അറിയായിരിക്കാം, പക്ഷേ അതുകൊണ്ടായില്ല. ദൈവിക പരിജ്ഞാനത്തിൽ, ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ നാം വളരണം. എല്ലാം അറിയാം, പക്ഷേ അതൊരു വെളിപ്പാടായിട്ട് അകത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ, ഹല്ലേലൂയ, നിന്നെ ഈ പാപത്തിൽ നിന്ന് അത് മാറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 6-ാമത്തെ വാക്യം, ഹോശേയ പ്രവചനം അതിൻ്റെ 1:6. അതിനിങ്ങനെ പഠിച്ചിരിക്കുന്നു, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കത്തക്കവണ്ണം ഞാൻ നിന്നെ പുരോഹിതനാകാതിരിക്കത്തക്കവണ്ണം ഞാൻ നിന്നെ ത്യജിക്കും. നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിൻ്റെ മക്കളെ മറക്കും. ഹല്ലേലൂയ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ജനം തെറ്റിപ്പോകുന്നു. The people, they are being destroyed because they do not know me. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ ഓരോ ദിവസവും നാം അറിയുക. നമ്മുടെ ഓരോ ഉപവാസ പ്രാർത്ഥനയിലും കർത്താവിനെ അറിയുക, പരിജ്ഞാനത്തിൽ വളരുക. നമ്മുടെ ജീവിതത്തിൽ 3 തലങ്ങളിലുള്ള സാൽവേഷൻ നടക്കും. ഒന്ന് സ്പിരിറ്റ് തലത്തിൽ നടക്കും, സോൾ തലത്തിൽ നടക്കും, പിന്നെ ബോഡിയിൽ നടക്കും. ഇത് 3 കൂടെ കഴിയണം സാൽവേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ. നമ്മുടെ ഇന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ചെയ്തത്? സ്പിരിറ്റ് തലത്തിൽ ഒരു സാൽവേഷൻ നടന്നു. സ്പിരിറ്റ് രക്ഷിക്കപ്പെട്ടു. പക്ഷെ സോളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോള് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതേ ഉള്ളൂ. ബോഡിയുടെ മുഴുവൻ സാൽവേഷൻ നടക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ മരണത്തിൽ, കർത്താവിൻ്റെ 2-ാമത്തെ വരവിലാണ് അതിൻ്റെ മുഴുവൻ, ഹല്ലേലൂയ, സാൽവേഷൻ നമ്മുടെ ശരീരത്തിൻ്റെ നടക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് പരിശുദ്ധ നമ്മുടെ അകത്തെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, പക്ഷെ സോള് രക്ഷിക്കപ്പെട്ടിട്ടില്ല. സോളിനിന്നും എന്തോ ചിന്ത? ഈ പഴയ കാര്യങ്ങളൊക്കെയായി സോളിൻ്റെ ചിന്ത. ഹല്ലേലൂയ. അപ്പോൾ ഈ സോളിനെയും ഈ ആത്മാവിനെയും കൂടെ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കാണിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്? ദൈവവചനം. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് സർവീസിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിശാച് പോയി പാമ്പിൻ്റെ രൂപത്തിൽ ഹവ്വയോട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവൾക്ക് അത് നല്ലത് എന്ന് തോന്നി. ആ പദം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അത് നല്ലത് എന്ന്, ഗുഡ് എന്ന് ഹവ്വയ്ക്ക് തോന്നി. ഹല്ലേലൂയ. അപ്പം നമുക്ക് തോന്നുന്നതെല്ലാം ഗുഡാകണമെന്നില്ല. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് തോന്നുന്നതെല്ലാം ഗുഡാകണമെന്നില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ അകത്ത് തോന്നുന്നതൊക്കെ, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് തോന്നുന്നതായിരിക്കത്തില്ല ഗുഡ്. പകരം പരിശുദ്ധാത്മാവിൽ നിന്ന് അത് പ്രാപിക്കണം, അതിൻ്റെ ഒരു കൺഫർമേഷൻ പ്രാപിക്കണം.
ഹല്ലേലൂയ. കാര്യം നിങ്ങളുടെ സാഹചര്യവും നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യവും ഒക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇതാണ് കറക്റ്റ് എന്നുള്ളത്. പക്ഷേ അതിലും അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു, അതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തിരുവചനവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കണം. തിരുവചനത്തിൻ്റെ വ്യവസ്ഥ, തിരുവചനത്തിൻ്റെ പ്രിൻസിപ്പൽ, തിരുവചനത്തിൻ്റെ എത്തിക്സ് അനുസരിച്ച് അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ ഒരു ഡിസിഷനിലോട്ട് പോകാമോ. ഹല്ലേലൂയ. നിങ്ങളെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. പഴയ നിയമത്തിൽ നാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളുടെ അനന്തര ഫലം അവരെല്ലാം അനുഭവിക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. കാലേബ് ഒരു തീരുമാനമെടുത്തു, അതിൻ്റെ അനന്തരഫലം അവൻ അനുഭവിച്ചു. കായീൻ ഒരു തീരുമാനമെടുത്തു, അതിൻ്റെ അനന്തരഫലം അവൻ അനുഭവിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് അല്ലെങ്കിൽ തിരുവചനവുമായിട്ട് നാം ഒന്ന് തട്ടിച്ചു നോക്കണം. കാര്യം ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നാം കേൾക്കുമ്പോൾ അതിനെ റിയലൈസ് ചെയ്യുവാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയത്തില്ല. ഇത് നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് വന്ന ചിന്തയാണോ അതോ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായ സൗണ്ടാണെന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യുവാനായിട്ട് പലപ്പോഴും കൺഫ്യൂഷൻ ആകുവാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനിയും നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്ന ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ. ആരാണ് നിൻ്റെ ഉപദേഷ്ടാവ്? പരിശുദ്ധാത്മാവാണ് നിൻ്റെ ഉപദേഷ്ടാവ്. അതെവിടെ നിന്ന് കേൾക്കുമെന്നാണ് പറഞ്ഞത്? പുറകിൽ നിന്ന് കേൾക്കും എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് ആരാണ്ട് നമ്മളോട് വിളിച്ചു പറയുന്നതെന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ആത്മാവ് നമ്മളോട് സംസാരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവരും കേൾക്കത്തില്ല. ഹല്ലേലൂയ. ആത്മാവുമായിട്ട് ട്യൂൺഡായിട്ടുള്ളവർക്ക് മാത്രമേ ഇത് കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാര്യം രക്ഷിക്കപ്പെട്ട ആത്മാവ് നിന്നെ കറക്റ്റായിട്ടുള്ള വഴിയിലോട്ട് ഗൈഡ് ചെയ്യും. പക്ഷേ പലപ്പോഴും ഈ സോള് നമ്മളെ തെറ്റായ വഴിയിലോട്ട് ഗൈഡ് ചെയ്യും. അപ്പോൾ സോളിൻ്റെ ചിന്ത എപ്പോഴും എന്തോന്നറിയാമോ? നമുക്ക് മഹത്വം കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. ഹല്ലേലൂയ. നമുക്ക് മഹത്വം കിട്ടുന്ന കാര്യങ്ങളാണ് സോൾ നമ്മുടെ അകത്ത് കൊണ്ടുവരുന്ന ചിന്തകൾ. പക്ഷേ ആത്മാവാണ് നമ്മുടെ അകത്ത് തരുന്ന ചിന്തയെന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. ഹല്ലേലൂയ. ദാറ്റ് വിൽ ഗീവ് ഗ്ലോറി ടു ഗോഡ്, നോട്ട് ഗ്ലോറി ടു അസ്. അപ്പം നമ്മുടെ ഗ്ലോറിയാണ് ഈ തീരുമാനത്തിൻ്റെ അത്യന്തമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അകത്തെ ചിന്തയാണ്, നമ്മുടെ സോള് കൊണ്ടുവരുന്ന ചിന്തയാണ്, നമ്മുടെ ദേഹിയുടെ ചിന്തയാണ്. പക്ഷേ ആത്മാവിനെ കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെയാണ് ദൈവമക്കളെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഏത് ശബ്ദമാണ് കേൾക്കുന്നതെന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുന്നതിനകത്താണ് പലരും പരാജയപ്പെടുന്നത്. ഹല്ലേലൂയ. മാനുഷികമായ ഒരുപാട് ശബ്ദങ്ങൾ നാം കേൾക്കാറുണ്ട്. ജഡത്തിൻ്റെ ശബ്ദമുണ്ട്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ ശബ്ദം പലപ്പോഴും കേൾക്കാറുണ്ട്. ടയർഡ്നെസ് ഒക്കെ ജഡത്തിൻ്റെതായ പലതരത്തിലുള്ള പുള്ളിങ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ സമയത്തും അനുഭവിക്കാറുണ്ട്. അതിന് തിരുവചനം പറയുന്നത് ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ ലെസ്റ്റ്. അവനും സംസാരിക്കും, ദേഹി സംസാരിക്കും, പക്ഷെ ആത്മാവ് സംസാരിക്കും. ആത്മാവ് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും, ഏത് ക്ലാസ്സിൽ പോയാലും, ഏത് സ്കൂളിൽ പോയാലും ഒക്കെ you need to identify where our thoughts come from. What is your ultimate intention? Whatever the stream you select,
you need to decide what is your ultimate intention. It's for your glory or for the kingdom of God. Praise the Lord. 2 Corinthians chapter 3 verse 6. ഇവിടെ ഇങ്ങനെ പറയുന്നു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്നും രക്ഷിക്കപ്പെട്ട് നമ്മൾ പലപ്പോഴും അക്ഷരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞത് ന്യായപ്രമാണത്തിൻ്റെ ട്രാപ്പ്. നിങ്ങളെ അതിനു വേണ്ടിയിട്ടല്ല ദൈവം വിളിച്ചത്. ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷകരായിട്ടാണ് നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ആത്മാവിനെ കേൾക്കുന്നവരായിട്ട് മാറണം. കാര്യം നിങ്ങളുടെ വിശുദ്ധിയും നിങ്ങളുടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വിശുദ്ധിയൊന്നും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ 7 അയലത്ത് പോകത്തില്ല. അപ്പോൾ നമ്മുടെ കുറച്ച് വിശുദ്ധികൾ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിശുദ്ധികളൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരെ വിധിക്കുന്നത്, ഹല്ലേലൂയ, അതിനാണ് ഈ അക്ഷരത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആത്മാവിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ജോയിയാണ്, അവിടെ ഭയങ്കര ഫ്രീഡമാണ്. പക്ഷേ ഈ അക്ഷരത്തിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിനക്ക് എപ്പോഴും കുറ്റബോധമായിരിക്കും, നിനക്ക് എപ്പോഴും പരാതിയായിരിക്കും. മറ്റുള്ളവനൊന്നും ശരിയല്ലെന്ന് നിൻ്റെ അകത്ത് ചിന്തയും വരും. ഹല്ലേലൂയ. ആത്മാവിലുള്ളവന് ഈ പ്രശ്നമൊന്നുമില്ല. കാര്യം അവൻ കൃപയല്ല. ആത്മാവ് നടത്തുന്നിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അല്ല, നിങ്ങളുടെ ആത്മീയ ലൈഫിൽ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങൾ ആത്മാവിലല്ല, അക്ഷരത്തിലാണ്. ഹല്ലേലൂയ. ഇങ്ങനൊന്ന് അക്ഷരത്തിൻ്റെ പിടിയിൽ പോയി പെട്ടതാണ് ഇസ്രായേൽ മക്കൾ. ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞങ്ങളിതെല്ലാം അനുസരിച്ചോളാം. അന്ന് തുടങ്ങി അവരുടെ പ്രശ്നങ്ങൾ. ഇതിനേക്കാൾ മുമ്പ് ഹവയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തെയും സൈനപ്പ് ചെയ്തു. ഞാൻ ഏറ്റവും ഈ അറിവൊക്കെ അറിഞ്ഞിട്ട് അതുപോലെ ജീവിക്കാമെന്നൊക്കെ തീരുമാനമെടുത്തതാണ്. അറിവകത്ത് കയറിയപ്പം തൊട്ട് കുറ്റബോധവും തുടങ്ങി, അറിവകത്ത് കയറിയപ്പം തൊട്ട് ഷെയിമും തുടങ്ങി. ഹല്ലേലൂയ. നിന്നെ അതിനു വേണ്ടിയിട്ടല്ല വിളിച്ചത്. കർത്താവ് പറയുന്നിടത്ത് കാലുകൾ വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്, അതിനനുസരിച്ച് നടക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഒരു ന്യായപ്രമാണം അടുക്കത്തില്ല. അവൻ നിന്നോട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പുറകിൽ നിന്ന് സംസാരിക്കും. അവൻ്റെ ഹല്ലേലൂയ വാക്കിനനുസരിച്ച് നീ ചുവടുകൾ വയ്ക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ആത്മീയ ലൈഫിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നിൻ്റെ ആത്മീയ ലൈഫിൽ നിന്നെ ആരും തളർത്തുവാനായിട്ട് കഴിയത്തില്ല. നിനക്ക് ആരൊക്കെ കുറ്റം പറഞ്ഞാലും നിൻ്റെ അകത്തൊരു ബോധ്യമുണ്ട്, നീ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നതെന്ന്. ഹല്ലേലൂയ. മറ്റൊരു പ്രത്യേകത അറിയാമോ? ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിയോട് ഇനി ആരൊക്കെ ഇല്ലെങ്കിൽ ലോകം മുഴുവൻ അവനെതിരെ നിന്നാലും അവൻ ഭയങ്കര കുലുങ്ങാതെ നിൽക്കും. കാര്യം പുള്ളിയുടെ കണക്ഷൻ ആത്മാവുമായിട്ടാണ്. ഈ ദേഹിന്ന് വരുമ്പോഴുണ്ടല്ലോ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നൊരു പ്രസംഗം പ്രസംഗിച്ചു, അടുത്ത സാജൻ പാസ്റ്റർ എന്നോട് പറയുക, ആ പ്രസംഗം ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ ഡൗണായി. സാജൻ പാസ്റ്റർ അങ്ങനെ പറയുമെന്നല്ല, അല്ല ഞാൻ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ എന്തെങ്കിലും കാര്യത്തിൽ കുറ്റം പറഞ്ഞാൽ എൻ്റെ കാര്യം മുഴുവൻ പോയി. ഹല്ലേലൂയ. ഈ ദേഹിക്കനുസരിച്ച് നടക്കുകയാണെങ്കിൽ കുടുംബജീവിതത്തിലോട്ട് കയറി കഴിഞ്ഞാൽ, ഇപ്പം ഞാനാണല്ലോ ഗൃഹനാഥൻ, അപ്പം ഞാൻ പറയുന്നതൊക്കെ വീട്ടിൽ നടക്കണമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പം ഞാനങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിള്ളേർ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നു, ഭാര്യയോട് ചായ ഇട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ കോഫി ഇടുന്നു. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈഗോ അങ്ങ് ഹർട്ടാവുക. അപ്പം നമ്മളെന്തോ ചെയ്യുന്നു? അപ്പോഴത്തേക്ക് നമ്മുടെ മുഴുവൻ ഗ്യാസും പോയി, ക്ഷമയും പോയി, ഇതും പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഹിയിൽ ജീവിക്കുന്നതാണ്. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലോകത്ത് ആരൊക്കെ കേട്ടാലും അവനറിയാം അവൻ എന്തിനെ അനുസരിച്ചാണ് നടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഈ ഷിപ്പൊക്കെ മറിഞ്ഞ് എല്ലാം പ്രശ്നമാണ്, പക്ഷെ അതിൻ്റെ നടുവിലും പുള്ളി എണ്ണീറ്റെന്ന് പറയുക, ഞാൻ ആശ്രയിക്കുന്ന ദൈവം എനിക്കറിയാം. പുള്ളിയെ ഞാൻ കേൾക്കുന്ന സ്വരം എന്തുവാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നീ ഒന്നും പേടിക്കേണ്ട മോനെ, പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് അവിടെ എല്ലാം പോയി പൗലോസിന് അടികൊണ്ടു. പക്ഷേ എന്നിട്ടും പുള്ളിക്ക് ആ കാര്യത്തിലൊന്നും ഒരു കോൺഫിഡൻസും ഇല്ല, കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്.
നമ്മളങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് കാലേ ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തിരിച്ചു കയറി ദൈവഹിതമല്ലായിരുന്നു എന്ന് കരുതി. നമുക്ക് എന്താ ഈ സർക്കംസ്റ്റാൻസസിനെ അനുസരിച്ച് മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ അകത്ത് തോന്നുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴൊന്നും ഇല്ലായിരിക്കും. ഞങ്ങളുടെയൊക്കെ കാലത്ത് പൂച്ച കുറുക്ക് കടിയാൽ മതിയായിരുന്നു, തിരിച്ചു കയറുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ സാഹചര്യങ്ങളാണ് നമ്മളെ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ആ പ്രശ്നം വരത്തില്ല. അവൻ ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ജഡത്തെ നാം ഒരു ആത്മീയ മനുഷ്യനായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഡ്രസ്സ് മാറത്തില്ല, ഇതെല്ലാം മുഖത്ത് ക്ലീൻ ഷേവ് ആകണമെന്നില്ല. പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സാഹചര്യങ്ങളെ അനുസരിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, എന്ന് പറഞ്ഞാൽ ഈ കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവരായിട്ട് മാറത്തില്ല. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ സമയമില്ല. ഞാൻ ഹല്ലേലൂയ 1-2 വാക്യങ്ങളോട് വായിച്ചിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെതായ കുറേ ഡിമാൻഡുകൾ, ലോകത്തിൻ്റെതായ ഒരു മോഹങ്ങൾ, ഇതെല്ലാം ഒഴിഞ്ഞു പോകും. പക്ഷേ ദൈവേഷ്ടം ചെയ്യുന്നവൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, ആത്മാവ് പറഞ്ഞ് അനുസരിച്ച് നടക്കുന്നവൻ, അവൻ എന്നേക്കും നിലനിൽക്കും. പ്രൈസ് ലോർഡ്. എത്ര പവർഫുള്ളായിട്ടുള്ളൊരു വേർഡാണ്. നമ്മുടെ തന്നെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 15 വയസ്സുള്ളപ്പോഴുള്ള മോഹങ്ങളല്ല ഇപ്പോൾ ഒരു 30 വയസ്സുള്ളപ്പോൾ, അല്ലേ? When you turn to 40, all your perspective will change. Your ambitions will change. നമ്മുടെ കോൺസെപ്റ്റ് എല്ലാം മാറും. ഒരു 50-60 ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്തുനിന്ന് മാറും. എന്ന് പറഞ്ഞാൽ അന്ന് നമ്മളെ മോഹിപ്പിച്ചിരുന്ന കാര്യങ്ങളൊന്നും ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളെ മോഹിപ്പിക്കാതാവും. ഹല്ലേലൂയ. ഇതെല്ലാം ടൈമിനനുസരിച്ച് മാറ്റുന്നതാ, അതെല്ലാം കാലത്തിനനുസരിച്ച് മാറുന്നതാ. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവൻ, ഹല്ലേലൂയ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ആ 20-ാമത്തെ വയസ്സിലുള്ള അതേ ചുറുചുറുക്ക് തന്നെ 80-ാമത്തെ വയസ്സിലും കാണും. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ഈ ലോകത്ത് ഇനി ആരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലേലും, ആരൊക്കെ നിങ്ങളുടെ പ്രസംഗം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാര്യം നിങ്ങളൊരാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാ. നിങ്ങളൊരാത്മ മനുഷ്യനാണെങ്കിൽ നിങ്ങളെ വേറൊന്നിനും കുലുക്കാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യമുണ്ട്, ആത്മാവിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാനായിട്ട് കഴിയണം. പലപ്പോഴും നമ്മുടെ ലോകത്തിൻ്റെ ശബ്ദമല്ല, ആത്മാവിൻ്റെ ശബ്ദമാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്ത് കാണണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 1 തീമോത്തി അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. ഫസ്റ്റ് തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ ഇതിനകത്ത് മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹി വാസ് റിവീൽഡ് ഇൻ ദ ഫ്ലഷ്, വാസ് വിൻഡിക്കേറ്റഡ് ഇൻ ദ സ്പിരിറ്റ്. അപ്പോൾ ആത്മാവിലാണ് ഒരു നീതീകരണം നടക്കുന്നത്. ഹല്ലേലൂയ. നീതീകരണത്തിൻ്റെ വിൻഡിക്കേഷൻ പ്രോസസ്സ് നമ്മുടെ സ്പിരിറ്റിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് നാം അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം പറയുമ്പോൾ, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മാവിലാണ് എല്ലാ പ്രോസസ്സും നടക്കുന്നത്.
ജഡത്തിനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തിനെ എല്ലാം ദൈവവൈതലെ നാം ഒരാത്മ മനുഷ്യനാണെങ്കിൽ നമുക്കിതിനെ ജയിക്കുവാനായിട്ട് കഴിയണം. പ്രൈസ് ഗോഡ്. ഇതെല്ലാം തിരുവചനമാണ്. ഒരു പക്ഷേ നമുക്കിതിൻ്റെ ആഴങ്ങൾ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയെങ്കിലേ ഇതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ നാം ദൈവത്തിൻ്റെ ആ ഇമേജിനോട് കൂടെ ട്രാൻസ്ഫോമായി പെടണം, അതിനോട് അനുരൂപമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രോസസ്സൊക്കെ നടക്കണം. ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ നടന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ, നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ആഴ്ച ഇതിനെ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കർത്താവ് ഉത്സാഹപ്പെടാം. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇത്രയുമേ ഉള്ളൂ. ദൈവിക പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരുന്നവരായിത്തീരണം. പലപ്പോഴും നാം ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പരിജ്ഞാനത്തിൽ വളരേണ്ടെന്ന ആവശ്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അത്രത്തോളം സീരിയസ് ആകാറില്ല. സീരിയസ് ആകാതിരുന്നാലുള്ള ദോഷഫലങ്ങളെക്കുറിച്ച് പല ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു പദ്ധതി, നമ്മൾ ഏത് ഡിനോമിനേഷനാണെങ്കിലും, നാം ഏത് ചിന്താഗതിക്കാരാണെങ്കിലും, ഏത് ഭാഷക്കാരാണെങ്കിലും, ഏത് ഗോത്രക്കാരാണെങ്കിലും, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു പദ്ധതി, മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള പദ്ധതി, നമ്മളെല്ലാം ദൈവിക പരിജ്ഞാനത്തിൽ വളരുന്നവരായി തീരണം. നാം ആദ്യം കർത്താവിനെ അറിയണം, അവിടെ നമ്മൾ തുടങ്ങണം. അതിനുശേഷം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നു, ഞാൻ കൽപ്പിച്ചതൊക്കെ നിങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. അവിടെ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നാം ചെയ്യണം. പലപ്പോഴും നമ്മുടെ അകത്ത് കൽപ്പിച്ച കാര്യങ്ങളായിട്ട് ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുക എന്നുള്ളതായി. അങ്ങനെയല്ല തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് കൽപ്പിച്ച അനേക കൽപ്പനകളുണ്ട്. അതെല്ലാം നാം പ്രമാണിക്കുന്നവരായി തീരണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവിക പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരുന്നവരായി തീരണം. ഓരോ ദിവസവും കഴിയുമ്പോഴും അതിനകത്ത് നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാകണം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ വളരുന്നത് കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അവരുടെ ഓരോ സ്റ്റേജിലും അവർ കാണേണ്ടുന്ന പ്രത്യേകതകളൊക്കെ കാണണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിലുള്ള ഒരു സ്പിരിച്വലായിട്ടുള്ള ആ മനുഷ്യനും ഓരോ സ്റ്റേജിലും വളരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ അവിടെ പൗലോസ് അവരോട് പറയുന്ന ഒരു കാര്യം, തൻ്റെ ലേഖനങ്ങളിൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. എന്നെ അത് വല്ലാതെ തൊടുവാനായിട്ടിടയായി. അപ്പം കർത്താവ് കാലവും നോക്കും. പൗലോസ് പറയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലം ഞാനൊന്ന് കണക്ക് കൂട്ടിയാൽ നിങ്ങൾ വളർന്ന് ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ദൈവിക പരിജ്ഞാനത്തിൽ വളർന്നിട്ടില്ല. ഇപ്പോഴും പാലത്രേ കുടിക്കുന്നത്, കട്ടിയായ ആഹാരം നിങ്ങൾ കഴിക്കുന്നില്ല. നമ്മുടെ ആത്മീയ ജീവിതമൊന്ന് വിലയിരുത്താം. ദൈവത്തെ നാം വാസ്തവമായി അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയോടൊന്ന് അടുത്തു വരാം. കർത്താവെ, നീ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഓരോ ദിവസവും കർത്താവിനെക്കുറിച്ചുള്ള ആ വെളിപ്പാടിൽ, ആ നോളജിൽ ഒന്ന് വളർന്നു വരുവാൻ ദൈവം എന്നെ സഹായിക്കണമേ. ആ നോളജിൽ നാം വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നാമായിട്ട് അത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ വിട്ടു പോകുവാനായിട്ടിടയാകും. വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ നമ്മളെ പോകുവാനായിട്ടിടയാകും. വേണ്ടാത്ത പാപത്തിൻ്റെ സ്വഭാവങ്ങൾ, അതിൻ്റെ ടെൻഡൻസി, അതിൻ്റെ മോഹം, അതെല്ലാം നമ്മളെ വിട്ടു പോകുവാനായിട്ടിടയാകും. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, നാം കർത്താവിൽ വളരുവാനുള്ള ഒരു താല്പര്യം, ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ, അങ്ങനെയുള്ള വലിയൊരു ഹൃദയവാഞ്ച നമ്മളെ ഭരിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിടയാകട്ടെ.